ഈ കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിക്കാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ ഓരോരുത്തരും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൻ്റെ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ അതിൻ്റെ സമഗ്ര സ്വഭാവത്തോടുകൂടി പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നാം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സമകാലിക സാഹചര്യത്തിൽ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്ന പ്രവർത്തനം വളരെ എളുപ്പം നമുക്ക് നിർവഹിക്കാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മുടെ വഴി എളുപ്പമല്ല. അതുപോലെ തന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യവും വളരെ ലളിതമല്ല. ഇസ്ലാമോഫോബിയ ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം വിരുദ്ധ പൊതുബോധം വേരുറച്ച ഒരു സാമൂഹ്യ ക്രമത്തിലാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങൾ എണീറ്റ് നിൽക്കുന്നത്. നമുക്ക് പള്ളിയിൽ എണീറ്റ് നിൽക്കുക ഒരുപക്ഷെ എളുപ്പമാണ് എന്ന് പറയാം. നമുക്ക് നമ്മുടേതായ ക്യാമ്പസുകളിൽ ഒരുപക്ഷെ എളുപ്പമാണ് എന്ന് പറയാം. അതേസമയം പൊതുമണ്ഡലങ്ങളിലും പൊതുനിരത്തുകളിലും നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദീനിൻ്റെ പ്രതിനിധാനം നിർവഹിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലേറെ എളുപ്പമല്ല എന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയ ശക്തമാണ്. ഹെയ്റ്റ് ക്യാമ്പയിൻ നമ്മുടെ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വംശീയത ഒരു ഭരണകൂടം അതിൻ്റെ അജണ്ടയായി ഏറ്റെടുക്കുകയും അത് വളരെ വ്യവസ്ഥാപിതമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും തെരുവോരങ്ങളിൽ വംശീയ അജണ്ട നടപ്പാക്കുന്ന സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള വംശീയാക്രമങ്ങളും അതുപോലെ തന്നെ ആക്രോശങ്ങളും നിരന്തരമായി നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭരണകൂട സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് നിയമനിർമ്മാണ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജനതയെ പൂർണ്ണമായും പറിച്ചറിയാനുള്ള ശ്രമം ആസൂത്രിതമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് രാഷ്ട്രീയ അവബോധമുള്ളവരാണ് നമ്മൾ. അതിനെക്കുറിച്ച് കരുതലുള്ളവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ശക്തമായ പൗരത്വ സമരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ശക്തമായി രംഗത്തിറങ്ങിയത്. CAA എന്ന് പറയുന്നത് ഒരു കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം എന്ന നാമം ഏതോ അർത്ഥത്തിൽ ജന്മം കൊണ്ടോ അല്ലാതെയോ സ്വീകരിച്ചിരിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിൻ്റെയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അപകടകരമായ നീക്കമാണ് യഥാർത്ഥത്തിൽ CAA നടന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പോഴുള്ള ഗവൺമെൻറ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിന് തൊട്ടു മുമ്പുള്ള മോദി സർക്കാരാണെങ്കിലും അവർ രൂപപ്പെടുത്തിയെടുത്ത ഓരോ നിയമങ്ങളും നമ്മൾ പരിശോധിക്കുക. ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് ഒരു മതേതരത്വ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടുന്ന നയനിലപാടുകളാണോ സ്വീകരിച്ചത്? അല്ലെന്ന് മാത്രമല്ല, വളരെ കൃത്യമായ ഒരു ജനവിഭാഗത്തെ അപരവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള അപകടകരമായ നിയമനിർമ്മാണങ്ങളാണ് നടന്നത്. അതിന് ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടന്നത്. അതിൻ്റെ ഭാഗമാണ് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി അവർ നടത്തിയ ശ്രമം എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം വഖഫുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പവിത്രമായൊരു കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളെ അതിൻ്റെ സൗന്ദര്യത്തോടുകൂടി ആവിഷ്കരിക്കുന്ന ഒരാശയമാണ്. അതുകൊണ്ട് തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് അപകടകരമായ നീക്കം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതിനനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടുത്തുകയാണ്. രാജ്യത്ത് നിരവധി സ്വത്ത് വഖഫ് സ്വത്താണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പൊതു സംവിധാനങ്ങൾ വഖഫ് സ്വത്തിലാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പിന് കീഴിൽ തന്നെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ വഖഫ് സ്വത്തിലാണ്. വഖഫ് എന്ന് പറയുന്നത് കയ്യേറ്റമാണ് എന്ന സ്വഭാവത്തിൽ, വഖഫ് എന്ന് പറയുന്നത് അപകടകരമാണ് എന്ന സ്വഭാവത്തിൽ അത്യന്തം തെറ്റായ പ്രചരണമാണ് ഭരണകൂടം ഈ വഖഫ് ബില്ല് നേടിയെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ ബില്ലുമായി ബന്ധപ്പെട്ട അപകടം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാർ നിർവഹിച്ച ഏറ്റവും ഉജ്ജ്വലമായ ഒരാശയത്തെ, അഥവാ അവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ പരലോകത്തെ പ്രതിഫലത്തിന് വേണ്ടി, അതുപോലെ തന്നെ
ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് വേണ്ടി, അഥവാ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മുൻഗാമികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി പൊതു സംവിധാനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വജ്ജ് ഉദ്ദേശിച്ചു കൊണ്ട് നീക്കിവെച്ചതാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഭരണം സംഘപരിവാറിന് വരെ ആകാമെന്ന സ്വഭാവത്തിൽ അതിനകത്തുള്ള കമ്മിറ്റിയിൽ അഥവാ വഖഫ് സെൻട്രൽ കൗൺസിലിലും വഖഫ് ബോർഡിനകത്തും ജനപ്രതിനിധികളായി BJP MP-മാർക്കും MLA-മാർക്കും വരാമെന്ന സ്വഭാവത്തിൽ ഇന്ന് രാജ്യത്തുടനീളം ബുൾഡോസർ രാജിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കലക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും വഖഫ് സ്വത്തിൽ ഇടപെടാമെന്ന സ്വഭാവത്തിൽ അത്യന്തം അപകടകരമായ നീക്കമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വഖഫിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലും ഇന്ന് വഖഫ് ചർച്ചയാണ്. കേരളത്തിലും ഈ ചർച്ച നടന്നത് ശരിയായ സ്വഭാവത്തോടു കൂടിയല്ല. സാധാരണക്കാരായ മലയാളികൾക്കിടയിൽ വഖഫിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭൂമി കയ്യേറ്റത്തിന് രൂപപ്പെടുത്തിയെടുത്ത ഒരു സംവിധാനം എന്ന നിലക്കാണ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരുപാട് ടെർമിനോളജികളെ വളരെ തെറ്റായി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദിനെ കുറിച്ച്, വഖഫിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിരവധി ആശയങ്ങളെ കുറിച്ച് വളരെ തെറ്റായ സ്വഭാവത്തിലുള്ള പൊതുബോധം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനെ ശരിയാവിധം സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് പോലും ഈ കാലഘട്ടത്തിന്റെ ജിഹാദായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വഖഫുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കേണ്ടതായി വരുന്നത്. മലയാളി സമൂഹത്തിനകത്ത് വളരെ പ്രബുദ്ധമായ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിനകത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും യോജിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിനകത്ത് ദേശീയ തലത്തിൽ വിജയിപ്പിച്ചെടുത്ത കമ്മ്യൂണൽ പോളറൈസേഷൻ അജണ്ട വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തെ മുൻനിർത്തിക്കൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് മുനമ്പം വിഷയം എന്ന സ്വഭാവത്തിൽ വഖഫിനെ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം. ഞാൻ മുനമ്പത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുനമ്പത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളോട് തെറ്റായ സ്വഭാവത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുനമ്പം നിങ്ങൾ കണ്ടില്ലേ? അവിടെ ഭൂമി കയ്യേറിയത് കണ്ടില്ലേ? വഖഫിന്റെ ഭാഗമായിട്ട് നടന്ന കയ്യേറ്റം നിങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ട് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബില്ലിനെ നിങ്ങൾ പിന്തുണക്കുകയായി നിങ്ങളുടെ മുമ്പിൽ വഴിയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് നാളെ നിങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് നേരെയുള്ള കയ്യേറ്റത്തെ നിങ്ങൾക്ക് തടയിടാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് പറയുന്നത്, വഖഫുമായി ബന്ധപ്പെട്ട ഒരുപാട് കയ്യേറ്റങ്ങൾ ഈ രാജ്യത്ത് നടന്നു എന്നുള്ള നിലക്കാൻ ഒരുപാട് കയ്യേറ്റങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു എന്നുള്ളതാണ്. ഞാൻ പറയുക, ഏകപക്ഷീയമായ അപരവൽക്കരണ അജണ്ട വെച്ചുകൊണ്ടുള്ള അപകടകരമായ ഒരു നീക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമാണ് ബാധിക്കുക എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക, അത് കേരളത്തിന്റെ സ്വൈര്യ ജീവിതത്തെയായിരിക്കും തകർക്കാൻ പോവുക എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ എന്താണ്, ദേവസ്വം ബോർഡ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് ഭൂമിയുണ്ടല്ലോ. അതുപോലെ തന്നെ സഭകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ആ സഭക്കകത്ത് ഭൂമിയുണ്ടല്ലോ. 1923 വഖഫ് ആക്ട് വന്നത് എങ്കിൽ 1927 നമുക്കറിയാം ഇന്ത്യൻ ചർച്ച് ആക്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരുപാട് അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ടല്ലോ. ബഹുസ്വര സമൂഹം എന്ന അർത്ഥത്തിൽ, ഒരു ബഹുസ്വര രാജ്യം എന്ന അർത്ഥത്തിൽ ഓരോ മതവിഭാഗത്തിനും അവരുടെ ആശയഗതികൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനോ അതുപോലെ തന്നെ അവരവരുടെ അജണ്ടകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് മതത്തിന്റെ മാർഗത്തിൽ, അതായത് ദൈവത്തിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നത്. നമ്മളറിയണം, യഥാർത്ഥത്തിൽ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒന്നാണോ? ജാമിയ മില്ലിയ വഖഫ് സ്വത്താണ്. അതുപോലെ തന്നെ ഹംദർദ് യൂണിവേഴ്സിറ്റി വഖഫ് സ്വത്താണ്. അതുപോലെ തന്നെ അലിഗർ യൂണിവേഴ്സിറ്റി വഖഫ് സ്വത്താണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫറൂഖ് കോളേജ് വഖഫ് സ്വത്താണ്. ഒട്ടനവധി വഖഫ് സ്വത്തുകളുണ്ട്. ഞാൻ പറയുന്നത്, ഈ വഖഫ് സ്വത്തെല്ലാം ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ? ഈ രാജ്യത്തെ ജനങ്ങളല്ലേ? എല്ലാ മതവിഭാഗത്തിലും പെട്ടവരല്ലേ? അപ്പോൾ പൂർവികന്മാർ ചെയ്ത ഒരു സുഹൃതത്തിന്റെ, പൂർവികന്മാർ ചെയ്ത ഒരു നന്മയുടെ ഗുണഭോക്താക്കളായി നിരവധി ആളുകൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നിരിക്കെയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സ്വഭാവത്തിൽ സാമൂഹ്യ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ദാനം ചെയ്ത ഭൂമിക്ക് നേരെയാണ്
ഇന്ന് വഖഫിന്റെ പേര് വഖഫിനെ ഭീകരവൽക്കരിച്ചുകൊണ്ടുള്ള കയ്യേറ്റ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. മുനമ്പത്തേക്ക് നമുക്ക് വരാം. മുനമ്പവുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകൾ ഐക്യകണ്ഠേന കേരളീയ സമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുനമ്പവുമായി ബന്ധപ്പെട്ട മുനമ്പം ഭൂമി വഖഫ് ഡീഡ് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്. അതിൽ കണ്ടീഷൻ വെച്ചോ എന്നതിനെ റദ്ദു ചെയ്യുന്നു എന്നത് കർമ്മശാസ്ത്രപരമായി മതസംഘടനകൾക്കിടയിലും മതപണ്ഡിതന്മാർക്കും ഇടയിൽ നടക്കേണ്ട ചർച്ചയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ അത് മറ്റൊരു വിഭാഗത്തിന് കയ്യേറാനുള്ള ഇടമല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ മുനമ്പവുമായി ബന്ധപ്പെട്ട മുസ്ലിം സംഘടനകൾ സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, മുനമ്പത്ത് ഭൂമി വില കൊടുത്ത് വാങ്ങിയിട്ട് അവിടെ താമസിക്കുന്ന സാധാരണക്കാരുണ്ട് എങ്കിൽ, നാൾ വഴികളായി അവിടെ തങ്ങുന്നവരാണ് എങ്കിൽ അവരുടെ കാര്യത്തെ മാനുഷികമായി പരിഗണിക്കണമെന്ന് മുസ്ലിം സമുദായത്തിലെ ഉന്നതരായ സംഘടനാ നേതാക്കൾ ഒരുമിച്ച് അതുമായി ബന്ധപ്പെട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം അതിൻ്റെ പിന്നിലുള്ള കയ്യേറ്റക്കാരെ, അതിൻ്റെ പിന്നിലുള്ള റിസോർട്ട് മാഫിയയെ, അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പലയിടങ്ങളിൽ തങ്ങൾ വാടകയ്ക്കെടുക്കുകയും തങ്ങൾ ലീസിനെടുക്കുകയും എന്നിട്ട് കാലാവധി കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ കേസിന് പോവുകയും എന്നിട്ട് വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭൂമി കയ്യേറുന്നു എന്ന് പരിതപിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ പറയുക, അത്തരത്തിൽ ബഹളം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അത്യധ്വാനത്തോടുകൂടി ഒരു ജനത സമ്പാദിച്ചിട്ട് എന്നിട്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ദാനം ചെയ്തിരിക്കുന്ന സമ്പത്ത് കയ്യേറുക എന്ന് പറയുന്നതിനെ നിയമപരമായും അതുപോലെ തന്നെ ശക്തമായ ജനാധിപത്യപരമായ രീതിയിലും അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റിയുടെ ദൗത്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു കാര്യം കൂടി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ഇത് വഖഫുമായി ബന്ധപ്പെട്ട മാത്രം ഒരു പ്രശ്നമാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുക, 1923 വഖഫ് നിയമത്തിലൂടെ രൂപപ്പെട്ടു വന്ന വഖഫിൽ കൈവെക്കുന്നവർ 1927 ചർച്ച് ആക്ടിലേക്കും വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, അല്ലെങ്കിൽ സംശയം ഉണ്ടാകേണ്ടതില്ല. കാരണം നമുക്കറിയാം, കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ മണിപ്പൂർ നമ്മുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ എന്ന് പറയുന്നത് വിചാരധാര നേരത്തെ പറഞ്ഞു വെച്ച കഥയുടെ തുടർച്ചയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരാണ് ഞാൻ പറയുന്നത്, ഈ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങളെ ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പൊതുസമൂഹം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സെക്കുലർ രാഷ്ട്രീയ കക്ഷികൾ ഏതോ അർത്ഥത്തിൽ ധീരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധമായി ഒരു പോളറൈസേഷൻ സാധ്യതയെ നിരാകരിക്കുന്നതിന് പകരം ഇതിൽ നിന്നെങ്ങനെ തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ വികസിപ്പിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കാം, മുനമ്പം വിഷയം കത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ ഒരു ഭരണകൂടമില്ലേ? ഇവിടെ നിയമ സംവിധാനങ്ങളില്ലേ? അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളില്ലേ? എന്തിനാണ് ഇരു കമ്മ്യൂണിറ്റികൾക്കിടയിൽ കാസക്കും അതുപോലെ തന്നെ RSSനോ ഈ അർത്ഥത്തിൽ വിഭജനത്തിന്റെ അജണ്ട വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള സാവകാശവും അതുപോലെ തന്നെ അവസരവും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഒരുക്കപ്പെടുന്നത് എന്ന് ഗൗരവത്തോടുകൂടി അവർ ചിന്തിക്കേണ്ടതാണ്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന കമ്മ്യൂണൽ പോളറൈസേഷൻ അജണ്ട കേരളത്തിലും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടപ്പാക്കി കളയാമെന്നാണ് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നത് എങ്കിൽ അതുവഴി നഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള സെക്യുലർ രാഷ്ട്രീയ പാർട്ടികളുടെ അടിയാധാരവും അതുപോലെ തന്നെ ആസ്ഥാനങ്ങളും തന്നെയായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. മൃദുഹിന്ദുത്വ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ആരെല്ലാം കളിച്ചിട്ടുണ്ടോ ആ മൃദുഹിന്ദുത്വ രാഷ്ട്രീയം കളിച്ചവർക്കെല്ലാം അവരുടെ ഓഫീസ് പൂട്ടി താക്കോല് BJPയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോരേണ്ടുന്ന സാഹചര്യം മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ CPMനോട് ചോദിച്ചാൽ സംഘപരിവാറിനെതിരിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചോദിച്ചാൽ അവരും സംഘപരിവാറിനെതിരിലാണ്. അതേപോലെ തന്നെ ഇന്ത്യ അലയൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവരും സംഘപരിവാറിനെതിരിലാണ്. പക്ഷേ ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കുന്നത്, ഈ സംഘപരിവാർ ടാർഗറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? ഈ സംഘപരിവാർ വംശീയ അജണ്ട മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ഇരകളാക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, പിന്നീട് ദലിത് കമ്മ്യൂണിറ്റിയാണ്, അതുപോലെ തന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ദുരിതം പേറുന്ന ഒരു ജനത എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. സംഘപരിവാറിനെതിരാണ് തങ്ങൾ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, സെക്കുലർ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് അതിന്റെ ആദ്യകിരകളാക്കപ്പെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ ആർജവത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിക്കാത്തത് എന്ന് ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ അറിയിക്കുകയാണ്. ഈ മൗനം, അതുപോലെ തന്നെ ഈ നിസ്സംഗത, അതുപോലെ തന്നെ ഈ തൂക്കം ഒപ്പിക്കുന്ന നിലപാട്, അതേപോലെ തന്നെ ഈ മൃദുഹിന്ദുത്വ നിലപാട് എന്ന് പറയുന്നത് ഞാൻ പറയുക, ഇത് ഗുണം ചെയ്യുക സംഘപരിവാറിനാണ്, ഇത് ഗുണം ചെയ്യുക വംശീയ രാഷ്ട്രീയത്തിനാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സന്നദ്ധമാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ പ്രിയ സുഹൃത്ത് സയ്യിദ് പറഞ്ഞു, ഇന്ന് ഡിസംബർ 6 കഴിഞ്ഞിട്ട് 32 വർഷം പിന്നിട്ടോ ഈയുള്ളവൻ എന്നെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദിനരാത്രങ്ങൾ എന്ന്
പറയുന്നത് വിസ്മരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു കാലത്ത് 1992 ഡിസംബർ 6 കറുത്ത ഞായറാഴ്ചയിലാണ്, പച്ചാപ്പകലാണ്, ലോകത്ത് മുഴുവൻ മീഡിയകളെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് ബാബരി മസ്ജിദിന്റെ കുബ്ബക്ക് മുകളിൽ സംഘപരിവാർ പറയുന്ന അത്യന്തം അപകടകരായ വംശീയ ഭ്രാന്തന്മാർ കർസേവയ്ക്ക് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മസ്ജിദിന്റെ ദംശനം എന്ന അർത്ഥത്തിലല്ല ഇന്ത്യൻ മുസ്ലിംകൾ കാണുന്നത്. ഞാൻ പറയുക, മുസ്ലിം കമ്മ്യൂണിറ്റി ഗവൺമെന്റിനെ വിശ്വാസത്തിലെടുത്തവരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി എക്സിക്യൂട്ടീവിനെ വിശ്വാസത്തിലെടുത്തവരാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഈ രാജ്യത്തെ മീഡിയകളെ വിശ്വാസത്തിലെടുത്തവരാണ്. മാത്രമല്ല ജുഡീഷ്യറിയെ വിശ്വാസത്തിലെടുത്തവരാണ്. ഏതെല്ലാം സംവിധാനങ്ങളെ അവലംബിച്ചുകൊണ്ട് നിയമപരവും ജനാധിപത്യപരവുമായ ഒരു പോരാട്ടമാണോ മുസ്ലിം കമ്മ്യൂണിറ്റി ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിർവഹിച്ചത്? ആ ജനവിഭാഗങ്ങളെല്ലാം ഒരു കമ്മ്യൂണിറ്റിയെ ചീറ്റ് ചെയ്ത, ചതിച്ച ഒരു സന്ദർഭം കൂടിയാണ് ബാബരി മസ്ജിദിന്റെ ധ്വംസനം എന്ന് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾക്കറിയാവുന്നതാണ് ആ ചരിത്രം എന്ന് പറയുന്നത്. ഇന്ന് സംഘപരിവാർ അധികാരത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അധികാരാരോഹണത്തിലേക്കുള്ള വഴി സംഘപരിവാർ വെട്ടിത്തെളിയിച്ചത് യഥാർത്ഥത്തിൽ ഇതുവഴിയെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശിലാന്യാസത്തിലൂടെ, അതുപോലെ തന്നെ അദ്വാനി നടത്തിയ രഥയാത്രയിലൂടെ, അതുപോലെ തന്നെ മുരളി മനോജഹർ ജോഷി നടത്തിയ ഏകതാ യാത്രയിലൂടെ അന്നത്തെ വർഗീയാഗ്നി ആളിക്കത്തിച്ചുകൊണ്ടുള്ള, ജനഹൃദയങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ടുള്ള, തെരുവോരങ്ങളിൽ രക്തം ചാലിട്ടൊഴുകിയതിനു ശേഷമുള്ള അത്യന്തം അപകടകരമായ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെയാണ് സംഘപരിവാർ അധികാരാരോഹണം നടത്തുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറയുക, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആ ബാബരി മസ്ജിദിന്റെ തകർക്കപ്പെട്ടതിന് ശേഷം 32 വർഷം പിന്നിടുമ്പോൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ബാബരി മസ്ജിദിന്റെ വഴിയെ തന്നെയുള്ള ശക്തമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 1991 ആരാധനാലയ നിയമത്തെ അവഗണിച്ചുകൊണ്ടുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ഒരുപാട് പള്ളികൾക്ക് നേരെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. 800 വർഷത്തോളം മുസ്ലിങ്ങൾ ആരാധിച്ച പള്ളിയാണ് ഡൽഹിയിലെ മഗ്രോളി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. ഇന്ന് ആ പറയപ്പെട്ട പള്ളി ഇന്ന് ഭൂമിയിലില്ല എന്നെ സുഹൃത്തുക്കൾ അറിയണം. ഒരു രാജ്യത്ത്, ഒരു ബഹുസ്വര രാജ്യത്ത് ഒരു ഭരണകൂടമാണ് മഗ്രോളി മസ്ജിദ്. അവിടെയുള്ള ഒരുപാട് ആളുകൾ പ്രാർത്ഥന നിർവഹിക്കുന്ന ഒരു മസ്ജിദ് പട്ടാളത്തിന്റെ പിൻബലത്തോടുകൂടി, പോലീസിന്റെ പിൻബലത്തോടുകൂടി ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഗ്യാബ്യാപി മസ്ജിദ് നിങ്ങൾക്കറിയാവുന്നതുപോലെ 1526 നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ് ഗ്യാൻവാപി മസ്ജിദ്. അതിന്റെ ഇമാം കേരളത്തിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോ, എന്താണ് മസ്ജിദിന്റെ അവസ്ഥ? ആയിരക്കണക്കിന് ആളുകൾ ജുമാ നമസ്കരിക്കുന്ന പള്ളിയാണ്, എന്നിട്ടും അത് സേഫല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിന്റെ ചുറ്റുമുള്ള ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും അക്വിസേഷൻ നടപടികളിലൂടെ ഗവൺമെന്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഒരു മസ്ജിദിന്റെ പരിസരമെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത, എന്നിട്ട് ആ മസ്ജിദിന്റെ തൂണിന്റെ താഴെ കൊണ്ടുപോയിട്ട് പൂജയ്ക്ക് അനുമതി കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തെ കോടതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1991 ആരാധനാ നിയമം ആരാധനാലയ നിയമം സംരക്ഷിക്കപ്പെടും എന്ന് രാജ്യത്ത്, കേരളത്തോട്, ലോകത്തോട് കൊടുത്ത ഉറപ്പിന്റെ ലംഘനമാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോഴും അതിന്റെ വിധി പ്രസ്താവന നടത്തുന്ന ഘട്ടത്തിലും മുൻ ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം തന്നെ തുറന്നു കൊടുത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ ഓരോ മസ്ജിദുകൾക്ക് നേരെയുള്ള സർവേ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഗ്യാൻവാപി മസ്ജിദിൽ പൂജയ്ക്ക് അനുവാദം കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സമ്പൽ ഷാഹി ജുമാ മസ്ജിദിന് നേരെ വന്നിരിക്കുന്നു. അതും 1526 ശേഷം നിർമ്മിക്കപ്പെട്ട മസ്ജിദാണ്. 600 കൊല്ലം പഴക്കമുള്ള മസ്ജിദാണ്. ആയിരക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുന്ന മസ്ജിദാണ്. അവരോട് ഒരു ചോദ്യവും ചോദിക്കാതെയാണ് ഈ കഴിഞ്ഞ നവംബർ 19 അതിലേക്ക് കടന്നു ചെല്ലുന്നത്, അഥവാ സർവേയുമായി ബന്ധപ്പെട്ട് കടന്നു ചെല്ലുന്നത്. പള്ളിയിൽ നമസ്കരിക്കുന്നവർക്ക് ഒരു അറിയിപ്പുമില്ല, എന്നിട്ടാണ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. ആ കടന്നു ചെല്ലുമ്പോൾ അതിനോടൊരു ജനത ആദ്യത്തെ ഘട്ടത്തിൽ അവർ സഹകരിച്ചു. നവംബർ 19 അവർ സഹകരിച്ചു. നവംബർ 24 വീണ്ടും പോലീസ് സംവിധാനത്തോടുകൂടി ജയ് ശ്രീറാം വിളിച്ചിട്ട് 600 കൊല്ലം ഒരു ജനവിഭാഗം ആരാധന നടത്തിയ മസ്ജിദിലേക്ക് ജയ് ശ്രീറാം വിളിച്ചിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പിൻബലത്തോടുകൂടി ഒരു ജനത കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ആ ജനത പള്ളിക്ക് വലയം തീർത്തു. ആ വലയം തീർക്കപ്പെട്ട ആ ജനവിഭാഗത്തിന് നേരെയാണ് 17 വയസ്സുകാരൻ ഉൾപ്പെടെയുള്ള 5 പേരെ വെടിവെച്ച് വന്നത് എന്ന് നിങ്ങൾ അറിയണം. ഞാൻ ചോദിക്കട്ടെ, നാട്ടിൽ പല പ്രശ്നങ്ങളിലും പ്രതികരിക്കാറുള്ള നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ കേരളക്കരയിൽ ഞാൻ ചോദിക്കുന്നു, മൈനോറിറ്റിയോട് ആഭിമുഖ്യം പുലർത്തുന്ന
നടത്തുന്നവർ, സംഘപരിവാറിനെതിരാണ് തങ്ങളെന്ന് മത്സരിച്ച് പറയുന്നവർ, ഈ പറയപ്പെട്ടതുപോലെ 600ഓളം വർഷം ആരാധന നിർവഹിച്ച ഒരു മസ്ജിദിലേക്ക് ജയ് ശ്രീറാം വിളിച്ചു വന്ന ജനവിഭാഗത്തോട് പ്രതിരോധം തീർത്തവർക്ക് നേരെ പോലീസുകാർ വെടിയുതിർക്കുകയും 5 പേർ മരണപ്പെടുകയും ചെയ്തപ്പോൾ എത്ര പേരാണ് അതിൽ പ്രതികരിച്ചത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതാണ്. എത്ര പേരാണ് പ്രതികരിച്ചത്? ആരും പ്രതികരിച്ചില്ല. അതാണ് രാജ്യത്ത് മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധത ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് കേരളത്തിലെ രാജ്യത്തെ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആത്മാർത്ഥമായ സമീപനം സ്വീകരിച്ചില്ല എങ്കിൽ ഞാൻ പറയുക, ഇന്ത്യ എന്ന് പറയുന്ന ഒരാശയത്തെ തന്നെ നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചരിത്രം ഇന്ന് തിരുത്തിക്കൊണ്ടിരിക്കും. ഒരു കമ്മ്യൂണിറ്റിയെ വംശീയമായി ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയെ വേരോടെ പിഴുതെറിയുന്ന, അവരുടെ ചരിത്രത്തെ തകർത്ത് കളയുന്ന, അവരുടെ ചരിത്രത്തെ മായ്ച്ചു കളയുന്ന, അവരുടെ സ്ഥലനാമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന, അവരുടെ മസ്ജിദുകൾക്ക് നേരെ പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ വരെയുള്ള മസ്ജിദുകൾക്ക് നേരെ സർവേ എന്ന സംവിധാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ അർത്ഥത്തിലുള്ള കർശന ജുഡീഷ്യൽ കർശന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ അടുത്ത ഈ നിയമവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകൻ ദുഷ്യന്തുവെ പൊട്ടിക്കരയുന്നുണ്ട് ഒരു മീഡിയകളോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ. പക്ഷേ ദവെ കരഞ്ഞു എന്നല്ലാതെ ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ കരച്ചിലിനെ പരിഗണിക്കാൻ ഒരു ശക്തിക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ദുഷ്യന്തവയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പലപ്പോഴായി സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഡൽഹിയിലെ ഒരുപാട് ആളുകൾ അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞ ഡൽഹിയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ചേരികളെ ബുൾഡോസർ നിരത്തിക്കൊണ്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അദ്ദേഹം പൊട്ടിത്തെറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥത്തിൽ നിങ്ങളൊരു റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം, നിങ്ങൾ ഒരു വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾ ചോദിക്കുക എത്ര പേർക്കാണ് ഇവിടെ രേഖയുള്ളത് എന്ന്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം തെരഞ്ഞുപിടിച്ച ഈ അർത്ഥത്തിൽ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നത് നീതീകരിക്കാൻ കഴിയാത്തതാണ്. നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതാൻ സന്നദ്ധമാണ്. നിങ്ങൾ ഡാറ്റ എടുത്തതാ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരം ഡാറ്റ പോലും എടുക്കാൻ കഴിയാത്ത വിധം നിസ്സഹായമായ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അജണ്ടകളോട് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന നിസ്സംഗമായ സമീപനം തിരുത്താൻ യഥാർത്ഥത്തിൽ അവർ സന്നദ്ധമാക്കേണ്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നുള്ളതാണ്. ഞാൻ തുടങ്ങിയത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു തുടങ്ങിയത്, ഇസ്ലാമിന്റെ പ്രതിനിധാനം എളുപ്പമല്ല എന്നുള്ളതാണ്. ഷഹാദത്തുലൊക്കെ എളുപ്പമല്ല എന്നുള്ളതാണ്. അതിജീവനം എളുപ്പമല്ല എന്നുള്ളതാണ്. കാരണം ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ചെങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ വേലി വിളതുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. മൃദുഹിന്ദുത്വ സമീപനത്തിന്റെ പേരിൽ തകർഞ്ഞടിഞ്ഞ പ്രസ്ഥാനങ്ങൾ പോലും അവ നേരെ ചൊവ്വെ ഉയർത്തെഴുന്നേറ്റ് വരാൻ പരിശ്രമിക്കുന്ന ഘട്ടത്തിലും ഏതോ അർത്ഥത്തിലുള്ള തൂക്കമൊപ്പിക്കുന്ന സമീപനം സെക്യുലർ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരേ സമയം ഇരകൾക്കും വേട്ടക്കാർക്കും ഒപ്പം നിൽക്കുന്ന സമീപനവും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, കുറച്ചു കാലമായി കേരളീയ സമൂഹത്തിനകത്ത് CPM സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതക്കെതിരാണ്, ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്. ഏതാണ് ഭൂരിപക്ഷ വർഗീയത എന്ന് ചോദിച്ചാൽ, വംശീയമായി ഒരു ജനവിഭാഗത്തിന് നേരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തി അപരവൽക്കരിച്ച അവരെ വംശീയ ഉന്മൂലനം നടത്താൻ വേണ്ടി ദിനേന എന്നോണം നിയമനിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ കയ്യൂപ്പ് ഉപയോഗിച്ചുകൊണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ സംഘപരിവാർ എന്ന് പറയുന്നത്. ആ സംഘപരിവാറിന്റെ നീക്കത്തോട് ജനാധിപത്യപരമായി പ്രതികരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ടോ അതുപോലെ തന്നെ സംഘടിതമായിട്ടോ പോലും അത്തരത്തിലുള്ള പ്രതികരണം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത ഏറ്റവും ദുർബലമായ ഒരു മൈനോറിറ്റിയുടെ പേരാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ, അവർ പ്രതികരിക്കുമ്പോൾ, അവർ രാഷ്ട്രീയം പറയുമ്പോൾ ഈ പറയുന്ന വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിനോട് അതിനെ സമീകരിക്കുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ CPM വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ആത്മപരിശോധന നടത്തേണ്ടുന്ന കാര്യമാണ്. ഞാൻ പറയുക, ഈ അർത്ഥത്തിൽ സംഘപരിവാറിന്റെ നരേറ്റീവുകളെ തന്നെ കേരളീയ സമൂഹത്തിനകത്ത് ഇടതുപക്ഷം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പാർട്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയിൽ സീറ്റ് കിട്ടാത്തവനൊക്കെ പിന്നെ സീറ്റ് തേടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BJPയുടെ ഓഫീസിലേക്കാണ്. എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് സീറ്റ് നഷ്ടപ്പെടുന്ന ആളുകൾ സീറ്റ് തേടിയിട്ട് BJPയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവർക്ക് കുറച്ചു കാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടി ക്ലാസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സംഘപരിവാറിന്റെ നെറേറ്റീവുകളെ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾ AKG സെന്ററിലേക്ക് ഏതെങ്കിലും എത്തിപ്പെടണം
എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച വഴി തെറ്റിയിട്ട് അയാൾ മാരാർജി ഭവനിൽ എത്തിക്കഴിഞ്ഞാലും അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാവമാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധമുള്ള സമാനതകൾ ഇരുകൂട്ടർക്കുമിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ യാദൃച്ഛികമായിട്ടോ അതുപോലെ തന്നെ ലളിതവൽക്കരിച്ചിട്ടോ നമുക്ക് കാണുക സാധ്യമല്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, നാം നമ്മുടെ വഴിയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീതിയുടെ വഴിയെ നമ്മുടെ പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. തമാലുക്കൾക്ക് സുവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞ പരീക്ഷണത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പരീക്ഷണ മുഖങ്ങളിലൂടെ കടന്നു പോകാനുള്ള ആത്മധൈര്യം ആർജിക്കുക എന്ന് പറയുന്നത് സമകാലിക ഇന്ത്യൻ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ പരീക്ഷണത്തെ നേരിടാനുള്ള ഉൾക്കരുത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആർജിക്കേണ്ടത്. ഫലസ്തീൻ നമുക്ക് പ്രചോദനമാണ്. പൊരുതാൻ തീരുമാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യമല്ല എന്നതിൻ്റെ ലോകത്തുള്ള ഏറ്റവും ഉയർന്ന മാതൃകയാണ്. ഒരു നൂറ്റാണ്ടുകാലം തീത്തുപ്പിയ, അതുപോലെ തന്നെ ഒരു നൂറ്റാണ്ടുകാലം തീമഴ വർഷിച്ച, ഒരു നൂറ്റാണ്ടുകാലം സാമ്രാജ്യത്വ ശക്തികൾ ഒറ്റക്കെട്ടായി എല്ലാ അർത്ഥത്തിലും ആയുധവർഷം നടത്തിയ ഫലസ്തീനികൾ ഇന്നും തങ്ങൾ ഖുദ്സിന്റെ വിമോചനത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പൊരുതുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പോരാട്ട വീര്യം നമ്മുടെ നെഞ്ചകത്തുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അഹ്സാബ് യുദ്ധത്തിന്റെ വേളയിലാണ് ഇത്. ജാഅകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് ദാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതദുന്നൂന ബില്ലാഹി ളനൂന. അഥവാ പരീക്ഷിക്കപ്പെട്ട ഒരു ഘട്ടം മുകളിലൂടെയും അതുപോലെ തന്നെ താഴ്ഭാഗത്തുകൂടെയും എല്ലാ വശത്തു നിന്നും വലയം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അത് അഹ്സാബ് യുദ്ധത്തിന്റെ വേളയാണ്. ഇസ്ലാമിക സമൂഹം വലയം ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ അത്തരം ഘട്ടത്തിലും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൻ നസീർ എന്ന് പറയുന്ന, അഥവാ നമുക്ക് അല്ലാഹു മതി, ഒരു പക്ഷേ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജുഡീഷ്യൽ കർസേവ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മീഡിയ അധികാരത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ സെക്യുലർ രാഷ്ട്രീയ പാർട്ടികൾ ആത്മവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടും കൂടി ഈ രാജ്യത്ത് നെറികേടുകൾക്കെതിരെ സംസാരിക്കാൻ മടി കാണിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒറ്റക്കാണെങ്കിലും നാം സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയാനുള്ള വിദ്യാഭ്യാസമാണ്, എന്ന് ലോകത്തോട് വിളംബരം ചെയ്യാനുള്ള വിദ്യാഭ്യാസമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമിക ദർശനം നൽകുന്നത്. ഞാൻ പറയുക, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ നമുക്ക് പകർന്നു നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. നാം ഇബ്രാഹിമി പാത പിൻപറ്റുന്ന ആളുകളാണ്. ഏകനായി പൊരുതിയ ഇബ്രാഹിമി പാത, മരുഭൂമികൾ താണ്ടിയ ഇബ്രാഹിമി പാത, ഒരു ഉമ്മത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്രാഹിമി പാത, അതുപോലെ തന്നെ ഖലീലുള്ള എന്ന നാമകരണം ലഭിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാത. ഒറ്റയ്ക്കെങ്ങനെയാണ് പൊരുതേണ്ടത് എന്നും, ഒറ്റയ്ക്കെങ്ങനെയാണ് ഒരു ഉമ്മത്തിന്റെ സത്യസാക്ഷ്യ നിർവഹണം നടത്തേണ്ടത് എന്നും, ഒറ്റയ്ക്കെങ്ങനെയാണ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി തന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്തുലൊക്കെ നമ്മുടെ ദൗത്യമാണ്. എക്സിസ്റ്റൻസ് അഥവാ അതിജീവനവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് പരസ്പരം ബന്ധിതമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇസ്തിഖാമത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. ഇസ്തിഖാമത്തോടുകൂടി നാഥന്റെ മാർഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പൊരുതുക. അത്തരം പോരാട്ടം നടത്തുന്നവരുടെ കൂടെ ഫലസ്തീനിലെ പോരാളികളോടൊപ്പം ഉള്ളതുപോലെ തന്നെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ പിൻബലത്തിൽ ഈ കാലഘട്ടത്തിലെ ഷഹാദത്തുലക്ക് നിർവഹിക്കാൻ ഞാൻ പറയുക, ഈ കാലഘട്ടത്തിന്റെ ഷഹാദത്തുലക്ക് എന്ന് പറയുന്നത് രക്തസാക്ഷ്യത്തോളം എത്തി നിൽക്കുന്നതാണ്. തങ്ങളുടെ മസ്ജിദിന് നേരെ വരുന്ന അക്രമകാരികളോട് വലയം ചെയ്ത 17 നിർവഹിച്ചത് ഒരർത്ഥത്തിൽ ഷഹാദത്തുലക്കാണ്. അതോടൊപ്പം തന്നെ അതിലൂടെ സംഭവിച്ചത് രക്തസാക്ഷിത്വമാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഷഹാദത്തുലക്കിന്റെ ഷഹാദത്തിന്റെ വഴിയെ, സത്യത്തിൽ ഇസ്ലാമിക പ്രതിനിധാനത്തിന്റെ വഴിയെ, കാലഘട്ടത്തിന്റെ ജിഹാദിന്റെ വഴിയെ, ഒരു പക്ഷേ ലോകം ചുറ്റും നമുക്ക് ചുറ്റും ഏതോ അർത്ഥത്തിൽ അധർമ്മങ്ങൾക്കും നെറികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ഘട്ടത്തിലും നിർഭയമായി സത്യം വിളിച്ചു പറയുന്ന, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സാർത്ഥവാക സംഘമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. ഇത് പ്രവാചകന്മാരുടെ
പരിഷ്കർത്താക്കളുടെ വഴിയാണ്. ഇത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ വഴിയാണ്. പ്രവാചകന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വഴി പരീക്ഷണത്തിന്റെ കൂടി വഴിയാണ്. ആ പരീക്ഷണത്തിന്റെ വഴി അതിജീവനത്തിന്റെ കൂടി വഴിയാണ്. ആ അതിജീവനത്തിന്റെ വഴിയെ നമ്മെ നയിക്കാൻ കരുത്തുറ്റ നേതൃത്വത്തെ കാണുകയും ആ കരുത്തുറ്റ നേതൃത്വത്തെ സ്വീകരിക്കുകയും പുതിയ കരുത്തുറ്റ നമ്മുടെ കേരളത്തിലെ നേതൃത്വത്തെ അറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ആശംസകൾ അർപ്പിക്കുവാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന്റെ യുഗധർമ്മം നിർവഹിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ട് പുതുതായി ഈ കേരളത്തിലെ SIO-വിന് ചുമതലയേൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട SIO-വിൻ്റെ ഭാരവാഹികളുടെ പേരാണ് ആദ്യം വായിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ ജനാധിപത്യപരമായി ഇസ്ലാമിക മൂല്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് ചർച്ച ചെയ്ത് എല്ലാ അർത്ഥത്തിലുമുള്ള വിലയിരുത്തലുകൾക്ക് വിധേയമാക്കി ഒരു നല്ല പ്രോസസ്സിലൂടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക. നമ്മളറിയണം, ആരും ആഗ്രഹിക്കുകയല്ല, പലപ്പോഴും ആളുകൾ മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുക. കാരണം ഇത് ആസ്വാദനത്തിനുള്ളതല്ല, അതുപോലെ തന്നെ ഇത് എൻ്റർടൈൻ ചെയ്യാനുള്ളതല്ല, ഇത് എൻജോയ് ചെയ്യാനുള്ളതല്ല. പ്രതികൂലമായ ഒരു കാലഘട്ടത്തെ താണ്ടി ഇസ്ലാമിൻ്റെ വെന്നിക്കൊടി ഇസ്ലാമിക മാർഗത്തിൽ ഇസ്ലാമിൻ്റെ പ്രതിനിധാനം നിർവഹിക്കാനുള്ള യുഗധർമ്മം കാലഘട്ടത്തിൻ്റെ ജിഹാദ് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ ആവശ്യമായ ചർച്ചകൾക്കും ശേഷമാണ് നാം പുതിയ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ കൂടി വൈകുന്നേരമാകുമ്പോഴേക്കാണ് അടുത്ത മീക്കാത്തിലേക്കുള്ള പുതിയ നേതൃത്വത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ അവരുടെ പേര് വായിക്കുകയാണ്. ആദ്യമായി വായിക്കുന്നത് ഈ മീക്കാത്തിലേക്ക് 2025-27 മീക്കാത്തിലേക്കുള്ള SIO-വിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ്. നമ്മൾ ചർച്ച ചെയ്ത ഒരുപാട് ആലോചനകൾക്ക് ശേഷം അടുത്ത ഒരു ടേം കേരളത്തിലെ ചെറുപ്പത്തെ, കേരളത്തിൻ്റെ വിദ്യാർത്ഥിത്വത്തെ, കേരളത്തിലെ ഇസ്ലാമിക യൗവനത്തെ നയിക്കാൻ വേണ്ടി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് അബ്ദുൽ വാഹിദ് സാഹിബിനെയാണ്.